ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്പിലെ വിമാന സർവീസുകൾ ഭീതിയിൽ. റഷ്യ പോളണ്ട് അതിർത്തി സംഘർഷാവസ്ഥയിലേക്ക് മാറിയതോടെ യൂറോപ്പിലെ വ്യോമ ഗതാഗതത്തിൽ ആശങ്കകൾ കൊടുക്കുന്നു. റഷ്യ മനഃപൂർവ്വമായോ അറിയാതെയോ യൂറോപ്പിലൂടെ പറക്കുന്ന യാത്രാ വിമാനങ്ങളെ വെടിവെച്ചിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. നാറ്റോ എയർക്രാഫ്റ്റുകളുടെ സഹായത്തോടെ തങ്ങളുടെ ആകാശ അതിർത്തിയിലെത്തിയ ഡ്രോണുകളെ പോളണ്ട് വെടിവെച്ചതിനെ തുടർന്ന് പോളണ്ടിലേക്കുള്ള വിമാനയാത്ര നേരിടുന്ന വെല്ലുവിളി യൂറോപ്യൻ എയർലൈൻ കമ്പനികൾ വിശകലനം ചെയ്യണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. റഷ്യൻ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇത് ആദ്യമായാണ് പാശ്ചാത്യ സഖ്യം റഷ്യക്ക് നേരെ വെടിയുതിർക്കുന്നത്. അതിനിടയിൽ പ്ലാനറ്റ് ലാബ്സ് നൽകുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ബെലാറൂസിൽ അതിർത്തിയോട് ചേർന്ന സൈനിക കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നത് കാണിക്കുന്നുണ്ട്. നേരത്തെ സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ആണവായുധങ്ങൾ സംഭരിക്കാൻ ഉപയോഗിച്ചിരുന്ന മിൻസ്കിലെ ഒരു സൈറ്റിൽ പുനർനിർമ്മാണം നടക്കുന്നതായി ആഗസ്റ്റിൽ റിപ്പോർട്ട് വന്നിരുന്നു. ജനത്തിന്റെ ക്ഷമ ഇനിയും പരീക്ഷിക്കാൻ ട്യൂബ്. ഒരാഴ്ച മുഴുവൻ അധികൃതർ ലണ്ടനിലെ ജനത്തിന്റെ ക്ഷമയെ പരീക്ഷിച്ചു. ട്യൂബ് സർവീസ് നിശ്ചലമാക്കിക്കൊണ്ട് ജീവനക്കാർ ഉയർന്ന വേതനത്തിന് വേണ്ടി നടത്തുന്ന പണിമുടക്ക് കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിലിത ഒരാഴ്ച നീളുന്ന സമരം അവസാനിക്കാനിരിക്കെ സമവായ ചർച്ചകളുമായി ഇറങ്ങിയിരിക്കുകയാണ് അധികൃതർ. ലേബർ സർക്കാരിന് ഇതിനേക്കാൾ ഏറെ പ്രാധാന്യം ഇസ്രയേലുമായുള്ള ചർച്ചകളും പലസ്തീൻ വിരുദ്ധ അറസ്റ്റുകളും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൽപ്പനകൾക്ക് ഉത്തരം മൂളലുമൊക്കെയാണ്. ലണ്ടൻ നിവാസികൾ മനസ്സിലാക്കുന്ന ഒരാഴ്ചയാണ് കടന്നുപോയതും. യൂണിയന്റെ ആഴ്ചയിലെ പണിമുടക്കുകൾ അവസാനിച്ച തക്കം നോക്കി ചർച്ചകൾ പുനരാരംഭിക്കാൻ ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ RMDA ക്ഷണിച്ചു. വെള്ളിയാഴ്ച ട്യൂബ് ക്രമേണ പുനരാരംഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നതിനൊപ്പം ഇനി ചർച്ചയാകാമെന്ന അധികൃതരുടെ നിലപാട്. ഇതോ സമരം ആരംഭിച്ച അതേ ദിവസമായിരുന്നു എങ്കിൽ ലണ്ടൻ നിവാസികൾ യാത്രാ ദുരിതത്തിൽ ഇത്ര കണ്ട് പെടില്ലായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഒരാഴ്ചത്തെ സമരത്തിൽ കൈയും കെട്ടിനിന്ന് ഇപ്പോൾ എന്തിനാണ് ഈ നാടകമെന്നാണ് അധികൃതരുള്ള ലണ്ടൻകാരുടെ ചോദ്യം. അടുത്ത ബുധനാഴ്ച കൂടുതൽ ചർച്ചകൾക്കുള്ള TfLന്റെ ക്ഷണം സ്വീകരിക്കുമോ എന്ന് RTM ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. 10,000 RTMT അംഗങ്ങൾ യോജിച്ച് നടത്തിയ വാര പണിമുടക്ക് വ്യാഴാഴ്ച രാത്രി അവസാനിച്ചുവെങ്കിലും ലണ്ടൻ അണ്ടർഗ്രൗണ്ട് ട്രെയിനുകൾ പൂർണ്ണമായും ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും പറയുന്നു. ഒപ്പം ഏതു അടിയന്തര ഘട്ടത്തിലും ലണ്ടൻ നിവാസികളെ ഓർമ്മിപ്പിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അഭ്യർത്ഥനയും TfL പുറപ്പെടുവിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് രാവിലെ 8 മണിക്ക് മുമ്പുള്ള യാത്രകൾക്കായി അപ്ഡേറ്റുകൾ പരിശോധിക്കാൻ TfL യാത്രക്കാരോട് അഭ്യർത്ഥിച്ചു. കണ്ണിൽ ചോരയില്ലാത്ത ഒരു പണിമുടക്കുമായി RMT. വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ലണ്ടനിലെ ട്യൂബ് ജീവനക്കാർ RMT യൂണിയന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച ഗതാഗത സംവിധാനങ്ങൾ നിശ്ചലമാക്കി വിജയിച്ചു. എന്നാൽ ലണ്ടൻ നിവാസികൾ മാത്രമല്ല UK ഒന്നടങ്കം അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഇവർക്ക് ഇത്രയും വേതന വർധനവിന് അർഹതയുണ്ടോ? ചില കണക്കുകൾ പരിശോധിച്ചാൽ അതിനുള്ള ഉത്തരം ലഭിക്കും. ട്യൂബ് ട്രെയിനിൽ ജോലി ആരംഭിക്കുന്ന ഡ്രൈവറുടെ ശമ്പളം 71,160 പൗണ്ടാണ്. ഒരു ശരാശരി EHS നഴ്സിന്റെ ശമ്പളത്തിന്റെ ഇരട്ടി. എന്നിട്ടും ജീവനക്കാരൻ അത് തികയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ലണ്ടൻ ട്യൂബ് ഡ്രൈവർമാർ നടത്തിയ 5 ദിവസത്തെ തുടർച്ചയായ സമരത്തിൽ ജനജീവിതം ലണ്ടനിൽ ദുസ്സഹമായി. സമരം ഇന്നലെ വൈകിട്ട് അവസാനിച്ചെങ്കിലും അത് താറുമാറാക്കി ലണ്ടൻ ജീവിത ദുരിതം ദിവസങ്ങളോളം തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വേതനം ഇപ്പോൾ തന്നെ കൂടുതലാണല്ലോ എന്നും ലണ്ടൻ നിവാസികളോട് മാപ്പ് പറയാൻ ഉദ്ദേശമുണ്ടോ എന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ട്രേഡ് യൂണിയൻ നേതാവായ എഡി ഡബ്സൺ ഉന്നയിച്ച വാദം കേട്ട് മൂക്കത്ത് വിരൽ വെച്ചു പോകും. തങ്ങൾക്ക് 72,000 പൗണ്ട് ശമ്പളമുണ്ടെന്ന് പറയുന്നവർ ലണ്ടനിലെ ശരാശരി വീട് വില 5.5 ലക്ഷം പൗണ്ടിന് മുകളിലാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പ്രതിവർഷം 1 ലക്ഷം പൗണ്ടിന് മുകളിൽ ശമ്പളം ഇല്ലാത്തവർക്ക് ഒരു വീട് വാങ്ങുക എന്നത് സ്വപ്നമായി തുടരുകയാണ്. എഡി തന്റെ വാദങ്ങൾക്ക് പിൻബലമായി ചൂണ്ടിക്കാട്ടിയത് ഇക്കാര്യമാണ്. അക്ഷരാർത്ഥത്തിൽ ലണ്ടൻ നഗരം ചലനമറ്റു കിടക്കുന്നു. ദിനം പ്രതി 11 ലക്ഷത്തിലേറെ ജനങ്ങൾ നടത്തുന്ന 30 മുതൽ 40 ലക്ഷം യാത്രകളിൽ ഭൂരിഭാഗവും ലണ്ടൻ ട്യൂബിനെ ആശ്രയിച്ചാണ് എന്നതിനാൽ സമരം സൃഷ്ടിച്ച ദുരവസ്ഥ ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ലണ്ടൻ ട്യൂബ് സ്റ്റേഷൻ സ്റ്റാഫ് തൊഴിൽ ആരംഭിക്കുമ്പോൾ ശമ്പളം 35,000 പൗണ്ടും മാസങ്ങൾക്കു ശേഷം 44,000 പൗണ്ടുമായി ഉയരുന്നത് ട്യൂബ് ഡ്രൈവർമാരുടെ ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ തീരെ കുറവാണ് എന്ന ന്യായത്തിന് പോലും ഡ്രൈവർമാരുടെ യൂണിയൻ മറുപടി പറയുന്നില്ല. മാത്രമല്ല തങ്ങളുടെ ജോലിഭാരം കുറയ്ക്കാൻ ആഴ്ചയിൽ ജോലി ചെയ്യുന്ന ദിവസങ്ങൾ കുറയ്ക്കണം എന്നതും യൂണിയന്റെ പ്രധാന ആവശ്യമാണ്.
കേവലം 3.6% ശമ്പള വർധനവ് മാത്രമേ ഇംഗ്ലണ്ടിൽ നഴ്സുമാർക്ക് നടപ്പാക്കാനാകൂ എന്ന് പറയുന്ന സർക്കാരിന് മുന്നിലേക്ക് വമ്പൻ ശമ്പള വർധനവ് തേടി ട്യൂബ് ഡ്രൈവർമാർ എത്തുമ്പോൾ അത് അംഗീകരിക്കാൻ സർക്കാരിന് പ്രയാസമായിരിക്കും എന്നിടത്താണ് ന്യായവും. ഇതിനു കാരണക്കാരായ ഡ്രൈവർ യൂണിയൻ ക്ഷമ പറയണമെന്ന ആവശ്യം ഉയരുമ്പോൾ യാതൊരു ഖേദവും ഇല്ലെന്നും ക്ഷമ പറയുന്ന ഏർപ്പാടില്ലെന്നും വേണ്ടി വന്നാൽ ഇനിയും സമരം നടത്തുമെന്ന വെല്ലുവിളി കൂടിയാണ് ഇന്നലെ ട്രേഡ് യൂണിയൻ നേതാവ് എഡി ഡെബ്സ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. തങ്ങളുടെ യൂണിയൻ അംഗങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടാം എന്നതാണ് എഡി ഉയർത്തിയ നിലപാട്. ലണ്ടൻ നിവാസികളല്ല യൂണിയന് വലുത് എന്നവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. പോളണ്ടിനിട്ട് പണി കൊടുക്കാൻ ഒരുങ്ങുകയാണോ പുടിൻ? പോളണ്ടിനെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ് സൂചന. പോളണ്ടിന്റെ ആകാശ അതിർത്തി ലംഘിച്ച് റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് പ്രവേശിച്ചത് റഷ്യ നിഷേധിക്കുകയാണ്. പടിഞ്ഞാറൻ ഉക്രൈനിലെ സൈനിക ആസ്ഥാനങ്ങൾ തങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് തകർത്തെന്നും പോളണ്ടിനെ ഒരിക്കലും ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും റഷ്യ പറയുന്നു. അതേസമയം റഷ്യയുടെ അധീനതയിലുള്ള ഉക്രൈൻ പ്രദേശത്ത് നിന്നാണ് ഡ്രോണുകൾ വന്നതെന്നും പോളണ്ട് പറയുന്നുണ്ട്. അതിനിടയിൽ റഷ്യയും സഖ്യരാജ്യമായ ബെലാറൂസും ചേർന്ന് നടത്തുന്ന സ്പാഡ് 2025 എന്ന സംയുക്ത സൈനിക പരിശീലനത്തെ നേരിടാൻ 40,000 സൈനികരെയാണ് പോളണ്ട് അതിർത്തിയിലേക്ക് അയച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പാശ്ചാത്യ സഖ്യം ഇത് ആദ്യമായി യുദ്ധത്തോട് ഇത്രയും അടുത്തെത്തിയിരിക്കുകയാണെന്നും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൈനിക പരിശീലനത്തിന് പരമാവധി 13,000 പേർ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നാണ് റഷ്യ പറയുന്നത്. അതേസമയം പരിശീലനത്തിൽ നിരീക്ഷകരായി നാറ്റോ പ്രതിനിധികളെയും ക്ഷണിക്കുമെന്നും ബെലാറൂസും വ്യക്തമാക്കുന്നു. റഷ്യയും ബെലാറൂസും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലനം അത്യന്തം പ്രകോപനപരമെന്നാണ് ഡെസ്ക് പറയുന്നത്. കൂടുതൽ സംഘർഷഭരിതമായ അന്തരീക്ഷം ഒഴിവാക്കുന്നതിനായി ബെലാറൂസിനോട് ചേർന്നുള്ള പോളണ്ടിന്റെ അതിർത്തി അടച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച മുതൽ സെപ്റ്റംബർ 16 വരെയാണ് പോളണ്ടിന്റെയും ലിത്വാനിയയുടെയും അതിർത്തിക്ക് സമീപമായി റഷ്യയും ബെലാറൂസും സ്പഡ 2025 നടത്തുന്നത്. ഏതാണ്ട് 4 വർഷം കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൈനിക പരിശീലനം നടക്കാറുള്ളത്. 2021 പരിശീലന സമയത്ത് ബെലാറൂസിലെ വലിയ തോതിൽ റഷ്യ സൈനിക വിന്യാസം നടത്തിയിരുന്നു. ഏതാനും മാസങ്ങൾക്ക് ശേഷം ഈ സൈനികരെ ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തിയത്. പോളണ്ടിനെ പിന്തുണയ്ക്കാൻ UN സമിതി. ബുധനാഴ്ച റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് കടന്നുകയറിയതിനെ തുടർന്ന് പോളണ്ടിന്റെ അഭ്യർത്ഥന പ്രകാരം നടന്ന UN സുരക്ഷാ കൗൺസിലിന്റെ അടിയന്തര യോഗം പോളണ്ടിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. റഷ്യക്കെതിരെ നിലവിൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നതിനാൽ അത് തുടരുക മാത്രമാണ് യുഎനിൽ മുന്നിലുള്ള ഏക മാർഗമെന്നും യൂറോപ്യൻ രാജ്യങ്ങളുടെയും യുഎനിന്റെയും സൈനിക പിന്തുണ ഉറപ്പാക്കുകയാണ് വാർസോയുടെ ലക്ഷ്യം. നാറ്റോയുടെ കിഴക്കൻ ഭാഗത്ത് സൈനിക സാന്നിധ്യം ശക്തിപ്പെടുമെന്നും ജർമ്മനി വാഗ്ദാനം ചെയ്തതുൾപ്പെടെ നിരവധി യൂറോപ്യൻ സഖ്യകക്ഷികൾ പോളണ്ടിന് പിന്തുണ വാഗ്ദാനം ചെയ്തു. കടന്നുകയറ്റം ഒരു മിസ്റ്റേക്ക് ആയിരിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു. ഒന്നിലും ഞാൻ സന്തുഷ്ടനല്ല, പക്ഷെ അത് അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പ്രതികരണവുമായി അതൊരു മിസ്റ്റേക്ക് അല്ല എന്നും പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി ഡാവോസ്ലോവ് സിർക്കോസ് എക്സിൽ എഴുതി. ജെഫ്രി എപ്സ്റ്റീനിൽ കുടുങ്ങി പീറ്റർ മണ്ടൽസൺ. ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ലേബർ സർക്കാരിന് അന്താരാഷ്ട്ര നാണക്കേടുണ്ടാക്കി കൊടുത്ത പീറ്റർ മണ്ടൽസനെ US അംബാസഡർ സ്ഥാനത്ത് നിന്നും കെയർ സ്റ്റാമർ പുറത്താക്കി. US പ്രസിഡന്റിന് ജെഫ്രിയുമായുള്ള അടുത്ത ബന്ധത്തിന്റെ പേരിൽ കടുത്ത വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. പീറ്റർ മണ്ടൽസൺ എഴുതിയ ഇമെയിലുകളിലെ അധിക വിവരങ്ങളുടെ വെളിച്ചത്തിൽ അംബാസഡറുടെ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ പിൻവലിക്കാൻ പ്രധാനമന്ത്രി വിദേശകാര്യ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു എന്നാണ് വിദേശകാര്യ ഓഫീസ് വക്താവ് പറഞ്ഞത്. ബാലലൈംഗിക കുറ്റവാളിയായ എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തിന്റെ വ്യാപ്തിയും ആഴവും ലോർഡ് മണ്ടൽസൺ അംബാസഡറായി നിയമിതനായപ്പോൾ വെളിപ്പെടുത്തിയിരുന്നില്ല എന്നും വിദേശകാര്യമന്ത്രി സ്റ്റീഫൻ ഡൌട്ടി MPമാരോട് പറഞ്ഞു. വേശ്യാവൃത്തിക്കായി കുട്ടിയെ പ്രേരിപ്പിച്ചതിന് 2008 മണ്ടൽസൺ എപ്സ്റ്റീന് നൽകിയ ശിക്ഷ തെറ്റാണെന്നും അത് ചോദ്യം ചെയ്യണമെന്നും സൂചിപ്പിക്കുന്ന ഇമെയിലുകൾ മണ്ടൽസണിൽ നിന്നും എപ്സ്റ്റീന് ലഭിച്ചതടങ്ങുന്നതും പുറത്തായിരുന്നു. ഇത്തരം ഇമെയിലുകളെ കുറിച്ച് നവംബർ 10 അറിയില്ലായിരുന്നുവെന്നും സ്റ്റീഫൻ ഡൌട്ടി വ്യക്തമാക്കി. അൽബേനിയയിലെ അഴിമതി തടയാൻ ക്യാബിനറ്റ് മന്ത്രി എത്തി. മന്ത്രിയാകാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നോ ഏറെക്കാലത്തെ പരിചയം വേണമോ എന്നൊന്നും ഒരു മാനദണ്ഡമല്ലെന്ന് അൽബേനിയ തെളിയിച്ചിരിക്കുന്നു. ലോകത്തിലെ ആദ്യത്തെ ക്യാബിനറ്റ് മന്ത്രിയെ രംഗത്തിറക്കി അൽബേനിയ, അതും പൊതുസംഭരണത്തിന്റെ ചുമതലയുമായി.
അഴിമതി കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ AI ക്യാബിനറ്റ് മന്ത്രിയായി സൺ എന്നർത്ഥം വരുന്ന ഡിയേല. ടിറാനയിൽ നടക്കുന്ന ഭരണകക്ഷിയായ സോഷ്യലിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ തന്റെ തുടർച്ചയായ 4ാമത്തെ സർക്കാരിന്റെ ഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഈ അൽബേനിയ പോർട്ടലിൽ പരമ്പരാഗത അൽബേനിയൻ വേഷം ധരിച്ച് ഡിയേല പൊതു സംഭരണത്തിന്റെ സേവകൻ ആയി മാറുമെന്നും അൽബേനിയൻ പ്രധാനമന്ത്രി എഡി രാമ പറഞ്ഞു. സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി നാവിഗേറ്റ് ചെയ്യാൻ ആളുകളെ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റിന് പൊതു സംഭരണത്തിന്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും എഡി രാമ പറഞ്ഞു. സൺ എന്ന അർത്ഥം വരുന്ന ഡിയേല ജനുവരി മുതൽ സംസ്ഥാനത്തിന്റെ ഈ അൽബേനിയ പോർട്ടലിന്റെ ഉപയോക്താക്കൾക്ക് ഉപദേശം നൽകി വരുന്നു. പൗരന്മാരുടെ 95% സേവനങ്ങളും ഡിജിറ്റലായി ആക്സസ് ചെയ്യുന്നതിന് അവർ ചെയ്യേണ്ട മുഴുവൻ ബ്യൂറോക്രാറ്റിക് ജോലികളും വോയിസ് കമാൻഡുകളും വഴി ഡിയേലയ്ക്ക് നൽകുന്നു. AI സൃഷ്ടിച്ച ആദ്യത്തെ ക്യാബിനറ്റ് അംഗമായ ഡിയേല അൽബേനിയയിൽ 100% അഴിമതിരഹിതമായ ഒരു രാജ്യമാക്കി മാറ്റാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി എഡി രാമ പറഞ്ഞു. കുടിയേറ്റ തൊഴിലാളികളെ എത്തിക്കുന്ന കമ്പനികൾക്ക് പണി കിട്ടി തുടങ്ങി. വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്ത് കുടിയേറ്റ തൊഴിലാളികളെ ബ്രിട്ടനിൽ എത്തിക്കുന്ന നിരവധി കമ്പനികളുടെ ലൈസൻസ് ഹോം ഓഫീസ് റദ്ദ് ചെയ്തു. കുറഞ്ഞ വേതനം നൽകുക, ചൂഷണം നടത്തുക തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായി ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്തതായി ഹോം ഓഫീസ് അറിയിച്ചു. 2025 ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിൽ 1948 ലൈസൻസുകളാണ് റദ്ദ് ചെയ്തത്. തൊട്ട് മുൻ വർഷം ഇത് 937 മാത്രമായിരുന്നു. വർക്ക് വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ എത്താൻ ഇവിടെ താമസിക്കുവാനും സൗകര്യം ഒരുക്കിയതിനും ബന്ധപ്പെട്ട കമ്പനികളുടെ ലൈസൻസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. അഡൽട്ട് സോഷ്യൽ കെയർ, ഹോസ്പിറ്റാലിറ്റി, റീറ്റെയിൽ, കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി നിയമലംഘനം നടത്തുന്നത്. വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി നൽകാതിരുന്നതിനും കുറഞ്ഞ വേതനം നൽകിയതിനും കുടിയേറ്റ നിയമങ്ങൾ വളച്ചൊടിക്കാൻ സഹായിച്ചതിനുമെല്ലാം ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. സർക്കാരിനും പോലീസിനും ഇടയിൽ മെച്ചപ്പെട്ട ഡാറ്റ ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന തൊഴിലുടമകളെ കണ്ടെത്താൻ സഹായകരമായിട്ടുണ്ട് എന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. കുടിയേറ്റ വിഷയം സർക്കാരിൽ അമിത സമ്മർദ്ദം ചെലുത്തുന്ന വേളയിൽ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് എടുക്കുന്നതെന്നാണ് ഹോം ഓഫീസിന്റെ വിശദീകരണം. ഗുഡ് മോർണിംഗ് ന്യൂസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.